Hello guys, good morning. Welcome back to Achus Talkies. So today is my bangle ceremony day. വളരെ ചെറിയൊരു ഫംഗ്ഷനായിട്ടാണ് നമ്മൾ നടത്തുന്നത്, ഫ്രണ്ട്സും റിലേറ്റീവ്സും മാത്രമായിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വളക്കാപ്പ് ഫംഗ്ഷൻ്റെ ഒരു ഫുൾ വീഡിയോ ആണ് ഞാൻ ഇടാൻ പോകുന്നത്. അപ്പം ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്കിന്ന് റെഡി ആവണം. ഞാൻ രാവിലെ തന്നെ എണീച്ച് കുളിച്ച് വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ സാരി ഡ്രേപ്പിംഗ് ചെയ്യാനും ഹെയർ സ്റ്റൈലിംഗ് ചെയ്യാനും രശ്മി ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു 8 മണിയാകുമ്പോഴാണ് തുടങ്ങിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 11:30 നമ്മുടെ ഫംഗ്ഷൻ വരുന്നത്. പക്ഷേ എനിക്ക് അതിന് മുന്നേ ഞാൻ ഓൾറെഡി പ്രീ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഫോട്ടോഗ്രാഫറെ നേരത്തെ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഫോട്ടോസ് ലൈക്ക് സിംഗിൾ ഫോട്ടോസ് ഹസ്ബൻഡിൻ്റെ കൂടെ അനിയത്തിൻ്റെ കൂടെയുള്ള ഔട്ട്ഡോറിൽ എനിക്ക് കുറച്ച് ഫോട്ടോസ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഐഡിയയും പ്ലാൻസൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓൾറെഡി ഒരു 8 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു 9:30 ആകുമ്പോൾ നമ്മൾ ഒരുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 10 to 11:30 വരെ തന്നെ നമുക്ക് ഏകദേശം സമയം കിട്ടും നമുക്ക് ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് തന്നെ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടായിരുന്നു എല്ലാം ചെയ്തേക്കുന്നത്. പിന്നെ ഈ സാരീനെ ചോദിച്ചിട്ട് കുറേ ആൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. സാരീനെ പറ്റി ഭയങ്കര അഭിപ്രായം കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക്. ഇത് ഞാൻ കല്യാണി കോട്ടൺ എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് എടുത്ത സാരിയാണ്. എൻ്റെ അനിയത്തി ഇതിൻ്റെ കളർ ചേഞ്ച്, അമ്മ ഇതിൻ്റെ കളർ വേറെ ഒരു ഷെയ്ഡാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ആ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. കാരണം എനിക്ക് അതും ഞാൻ ഓൾറെഡി പ്രീ പ്ലാൻ ചെയ്തതാണ്. കാരണം യെല്ലോ റെഡ് കോമ്പിനേഷനിൽ തന്നെ എനിക്ക് സാരി വേണമെന്ന്. അപ്പോൾ ഞാൻ കുറേ പേജസ് നോക്കി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ ചൂസ് ചെയ്തൊരു സാരിയാണ്. അപ്പോൾ ഞാൻ ഹെയർ ഓപ്പൺ ആക്കി ഇടാമെന്ന് വിചാരിച്ചു. എനിക്ക് പൊതുവേ ഓപ്പൺ ഹെയർ സ്റ്റൈലാണ് ഇഷ്ടം. സാധാരണ മുടി വെച്ച് മടഞ്ഞിടാറാണ് കൂടുതലും ഞാൻ വളകാപ്പിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വേണ്ട, നമുക്ക് ഓപ്പൺ ഹെയർ സ്റ്റൈൽ തന്നെ ഇടാമെന്ന്. ഏട്ടന് ഞാൻ ഷർട്ട് എടുത്തെടുത്തേക്കുന്ന മിന്ത്രയെന്നാണ്. അപ്പോൾ ഇതൊരു റെഡിൽ പിന്നെ എന്താ പറയണ്ടേ, എനിക്ക് ചിരി വരുന്ന ഏട്ടനാണെങ്കിൽ ഇരിക്കാൻ പറ്റത്തില്ല ഗായ്സ്. ഇത് അവിടെ ഔട്ട്ഡോർ ഷൂട്ടിൻ്റെ കുറച്ച് BTSും കാര്യങ്ങളാണ്. അപ്പം ഷർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഷർട്ടിൽ കുറച്ച് വൈറ്റ് പ്രിൻസ് വരുന്ന സംഭവം, പിന്നെ ഒരു കസവും മുണ്ടുമാണ് ഇന്നത്തെ ഏട്ടൻ്റെ വേഷം. അപ്പം അമലാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ, നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ പറയണ്ടേ, മൊത്തത്തിൽ നല്ല ഫണ്ണായിരുന്നു കേട്ടോ. ഈ ഷൂട്ടിങ് എപ്പോഴും ഫണ്ണായിരിക്കും. കാരണം ഏട്ടന് ഭയങ്കര മടിയാണ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ. വേഗം മടുക്കുന്ന ഒരു മനുഷ്യനാണ്. കുറച്ച് 2 അടുത്തോടെ മതി. എനിക്കാണെങ്കിൽ തീരെ മടുക്കാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കുറച്ച് പോസ് ഐഡിയ ഞാൻ ഓൾറെഡി എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടാകും. എനിക്ക് ഇങ്ങനെ പോസ്റ്റിലെടുക്കണം, അങ്ങനെ പോസ്റ്റിലെടുക്കണം എന്നെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടാകും. അതിനനുസരിച്ചിട്ട് ഏട്ടനെ ഒന്ന് അതിലേക്ക് കൊണ്ടുവരാമെന്നുള്ളത് ഒരു ഭയങ്കര ടാസ്ക്കാണ്. പക്ഷെ എന്നാലും പുള്ളിക്കാരൻ നിൽക്കും കേട്ടോ. എന്തൊക്കെയായാലും നിൽക്കും. പിന്നെ ഭയങ്കര ചൂടാണ്, നിങ്ങൾക്ക് അറിയാലോ, പറയാതിരിക്കാൻ വയ്യ. മൂപ്പരാണെങ്കിൽ എന്താ പറയണ്ടേ, ഗസ്റ്റിനൊക്കെ വെൽക്കം ചെയ്യാനുള്ളൊരു മൂഡിലും കൂടി ആയിരുന്നു. ഫോട്ടോസ് എടുക്കുന്നതിനേക്കാൾ ഇഷ്ടം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളൊരു വീടിൻ്റെ ഒരു തണൽ സൈഡ് പിടിച്ചിട്ടാണ് നമ്മൾ ഈ പിന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ പിന്നെ തുടങ്ങിയേക്കുന്നത്. നിങ്ങളെ അവിടെ എനിക്ക് ഒരു മിനിറ്റ്. ഞാൻ പറയുമ്പോഴേ കുറച്ച് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് നടന്നു വരും. 3 സ്റ്റാൻഡ് നടന്നു. അങ്ങനെ നമ്മൾ ഔട്ട്ഡോർ ഷൂട്ടിൻ്റെ ഒരു യുദ്ധം തന്നെ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പം എല്ലാം എഡിറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പം അത് കിട്ടിക്കഴിഞ്ഞ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഓരോന്നായിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും കൂടെ എന്നെ ഒന്ന് ഫോളോ ചെയ്യുക ഫോട്ടോസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാ ഫംഗ്ഷൻ നമ്മൾ കറക്റ്റ് 11:30 തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. റിലേറ്റീവ്സും കസിൻസും ഫ്രണ്ട്സും എല്ലാവരും ഇതാ നമ്മുടെ മുറ്റത്ത് വന്നിരിക്കുന്നുണ്ട്. ബട്ട് ദിസ് ഇസ് മൈ സിസ്റ്റർ ഗായ്സ്. ഇവർക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്, അതും കൂടെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അഞ്ജലി നിഖിൽ എന്നാണ് ഇവളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പോൾ അങ്ങനെ ആദ്യം ഏട്ടനാണ് നമുക്ക് സ്വീറ്റ്സൊക്കെ തരുന്നത്. അപ്പം ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ.
എന്താ പറയണ്ടേ, എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം നേരത്തെ പ്ലാൻ ചെയ്ത് അത് അതുപോലെ എക്സിക്യൂട്ട് ചെയ്ത് നമുക്ക് നമ്മളെ ഫങ്ഷനൊക്കെ ഭംഗിയായി നടക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമല്ലേ ഗൈസ്. അപ്പോൾ അങ്ങനെ ഒരു സന്തോഷത്തിലാണ് ഞാനിപ്പം. പിന്നെ എല്ലാവരെയും ബ്ലെസ്സിങ്സും കാര്യങ്ങളൊക്കെ കിട്ടുമ്പം ഭയങ്കര ഒരു എന്താ പറയണ്ടേ, ഭയങ്കര ഒരു നല്ലൊരു സന്തോഷം ഫീൽ ചെയ്യുന്നു. പിന്നെ എല്ലാവരും വരുമ്പോൾ എനിക്ക് ഒരുപാട് സ്വീറ്റ്സും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടൈം എന്ന് പറയുന്നത് നമുക്ക് ലൈഫിൽ ഏറ്റവും എനിക്ക് ഇതുവരെയുള്ള ജേണി കുറച്ച് ടഫായിരുന്നെങ്കിലും ഇപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ടൈമാണല്ലേ. എല്ലാവരും നമ്മളെ കെയർ ചെയ്യുന്നത്, എല്ലാവരും നമുക്ക് വേണ്ടുന്ന എന്താഗ്രഹവും സാധിപ്പിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു ടൈം നമ്മൾ മാക്സിമം മുതലെടുക്കണം ഗൈസ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് അമ്മയാണ് ഗൈസ്. അപ്പം അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്. പിന്നെ വീഡിയോസൊന്നും സത്യം പറഞ്ഞാൽ പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റില്ല. എൻ്റെ ഫോണ് വേറെ എടുത്താണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടുന്ന് കിട്ടുന്ന ക്ലിപ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്, ചിലത് വേർട്ടിക്കലായിരിക്കും, ചിലത് ഹൊറിസോണ്ടലായിരിക്കും. അങ്ങനെയാണ് ഇത് ഞാൻ ഇട്ടേക്കുന്നത്. പിന്നെ മൊത്തത്തിൽ എല്ലാവരുള്ള ഇതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാവരും വരുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഉള്ളത് വെച്ചിട്ട് ഞാനൊരു ചെറിയ വീഡിയോ ആണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ അനിയത്തിയും എൻ്റെ മളിയനുമാണ് ഗൈസ്, എൻ്റെ അളിയൻ. അപ്പോൾ എന്താ പറയണ്ടേ, അങ്ങനെ ഫങ്ഷനൊക്കെ തീരുമ്പോൾ ഏകദേശം ഒരു 12:30 ഒരു 1 hour ഫങ്ഷൻ മാത്രമാണ്. അത് കഴിഞ്ഞ് നമ്മൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കാൻ പോയി. ഭക്ഷണം ബിരിയാണി ആയിരുന്നു, വിത്ത് പാൽപ്പായസം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു ഗൈസ്. അപ്പം പിന്നെ ഞാൻ പറയാൻ വിട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാം നമ്മൾ എന്ത് പരിപാടി എവിടെ അവതരിപ്പിച്ചാലും ഡാൻസ് ഇല്ലാതെ നമുക്കൊരു ആഘോഷമില്ല. അതുകൊണ്ട് ഡാൻസ് ഓൾറെഡി ഉണ്ടായിരുന്നു, അവർ ഓൾറെഡി പഠിച്ചു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ അധികം ഡാൻസ് ചെയ്യാൻ പോയില്ല, ഞാനൊന്നും പഠിച്ചിട്ടില്ലായിരുന്നു ആക്ച്വലി. അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ ലൈഫിൽ ഒരു അടിപൊളി മൊമെൻറ്റും കൂടെ, ഒരു അടിപൊളി ഫങ്ഷനും കൂടെ ഇതാ അടിപൊളിയായിട്ട് ഇവിടെ നടന്നിരിക്കുകയാണ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ടിൽ ദെൻ ബൈ ബൈ.